വയനാട് എടപ്പെട്ടിയിൽ ആക്രിക്കടയ്ക്ക് തീയിട്ട കേസിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. 10 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് സ്ഥാപനമുടമ വ്യക്തമാക്കി. ഒരാൾ പെട്രോൾ ഒഴിച്ച് തീയിടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, എന്താണ് ഈ സംഭവത്തെപ്പറ്റി അറിയാൻ കഴിയുന്നത്? വയനാട് കൽപ്പറ്റയ്ക്കടുത്തുള്ള എടപ്പട്ടിയിലാണ് ഇത്തരത്തിലൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനത്തിൽ ഇന്നലെ വൈകിട്ട് 9:10 കൃത്യം 9:10 ഇത്തരത്തിൽ തീയിട്ടത്. അത് ബോധപൂർവമാണ് എന്നുള്ള തരത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഒരാൾ എത്തിയ ശേഷം അയാൾ പെട്രോൾ ഒഴിച്ച ശേഷം തീയിടുന്നതാണ് ആ ദൃശ്യത്തിലുള്ളത്. അത് മാത്രമല്ല, ഇവിടെ ഈ മേഖലയിലെ CCTVയിലാണ് ആ ദൃശ്യം പതിഞ്ഞത്. 2 CCTVയിൽ കൃത്യമായ അതിനുശേഷം ഓടുന്ന ദൃശ്യം കൂടി പതിഞ്ഞിട്ടുണ്ട്. കൽപ്പറ്റ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ കടയിലാണ്. ഇത് 2002 മുതൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. കൽപ്പറ്റ സ്വദേശിയായ നാസറിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥാപനം. ഈ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് അത് സംസ്കരിച്ച ശേഷം അത് വിൽപ്പന നടത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനമുള്ളത്. 10 ലക്ഷത്തിലേറെ രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് കയറ്റി അയക്കേണ്ടതായിരുന്നു ഈ സാധനങ്ങൾ. നാശനഷ്ടം 10 ലക്ഷത്തിലേറെ എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. എന്തായാലും ഇതിൻ്റെ ഉടമ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരു 9:10 ആരോ വന്ന് ഇങ്ങനെ മനഃപൂർവ്വം തീയിട്ട് കത്തിക്കുന്ന മാതിരിയാണ് തോന്നുന്നത്. ഒരാളെ നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു ഞാൻ ഷോപ്പ് ഇവിടുന്ന് പൂട്ടി 8:10 8:20 ഞാൻ ഷോപ്പ് പൂട്ടി. ഞാൻ അധികം 9 മണിക്കൊക്കെ പോക്ക്. അപ്പോൾ ഇന്നലെ വണ്ടി ലോറി സമരം കൊണ്ട് ഞാൻ വേഗം പോയി. അപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ നിന്നൊരു ഫോൺ വരിക, ഇവിടുന്ന് ഒരു ഫോൺ വന്നത് ഇങ്ങനെ കത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വേഗം വന്ന് ഫയർ ഫോഴ്സിനെ ഇവിടുന്നൊക്കെ ഇപ്പോൾ എടപ്പട്ടിക്കാർ മൊത്തം എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആൾക്കാർ മൊത്തം വിളിച്ച് ഫയർ ഫോഴ്സിനെ വിളിച്ച് എടുത്തുമ്പോഴാണ് ഞാൻ വന്നത്. അപ്പോൾ ആകെ സീന 10-12 പണിക്കാരുണ്ട്. അവരൊക്കെ സുരക്ഷ, അവർക്കൊക്കെ റൂമ് കാര്യങ്ങളൊക്കെ ഇവിടെ അല്ല താമസിക്കുന്നത്. ഒക്കെ എല്ലാവർക്കും വീടും റൂമൊക്കെ എടുത്തു കൊടുത്തിട്ട് താമസിപ്പിക്കുകയാണ്. 18 പണിക്കാരുണ്ട് ഇവിടെ. അവരെല്ലാം തന്നെ സുരക്ഷിതമായി ഇവിടെ നിന്ന് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ആളപായമൊന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ആര് എന്നതുൾപ്പെടെയുള്ള കൂടുതൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആളെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന് പിറകിൽ എന്നുള്ള കാര്യത്തിൽ ഉടമയ്ക്കും വ്യക്തതയില്ല. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നു. സ്വാഭാവികമായും അത്തരം കണ്ടെത്തലിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമുക്കും അത്തരത്തിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഇവരെ സംബന്ധിച്ച് ഉള്ളത്. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.